ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, പി വി അൻവറിന്റെ ഈ അധമ ഭാഷണങ്ങൾ കേട്ട് ചെവി പൊത്തിയിരിക്കുകയാണ് മലയാളികളൊക്കെ. പിണറായി വിജയൻ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പി വി അൻവറിനെ കുറിച്ച് പി വി അൻവറിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ? പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളെ പി വി അൻവറിൻ്റെ പേരിൽ തന്നെ കണ്ടാൽ മതി അഭിലാഷ്. അത് പിണറായി വിജയൻ്റെ പേരിൽ ആരോപിക്കണ്ട. പി വി അൻവർ പറഞ്ഞത് എന്താണ്? കോൺഗ്രസിൻ്റെ നെഹ്റുവിയൻ പാരമ്പര്യം പൂർണ്ണമായി കൈയൊഴിഞ്ഞ് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആ ജനിതക ഗണനയിൽപ്പെട്ട ഒരാളാണോ ഈ രാഹുൽ ഗാന്ധി? അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ DNA പരിശോധിക്കണമെന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് ഞങ്ങളാരുടെ അഭിപ്രായമല്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1992 നരസിംഹറാവു ആണ് പറഞ്ഞത്, നെഹ്റുവിന്റെ കമാൻഡ് സോഷ്യലിസം നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ കമ്പോള നെഹ്റുവിയൻ ലെഗസിയെ കുറിച്ചോ നെഹ്റുവിയൻ രാഷ്ട്രീയത്തെ കുറിച്ചോ ഒന്നുമല്ല. അൻവർ പച്ചക്കല്ലേ പറഞ്ഞത്. DNA പരിശോധിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അത് പിണറായിയിൽ കെട്ടിവെക്കേണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ഈ വാക്കുകളെ കുറിച്ച് മുഖ്യമന്ത്രിയോട് രാവിലെ മാധ്യമങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അൻവർ ആ പ്രസംഗത്തിൽ പറഞ്ഞത് അല്ല അഭിലാഷേ, അൻവറാണ് നമ്മൾ ഈ ചർച്ചയിൽ അൻവറെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അൻവർ പറഞ്ഞത് ചർച്ചയിൽ എല്ലാവരെയും കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് യാതൊരു ബന്ധവുമില്ല. അതിലൊരു DNA പരിശോധന അത് അൻവറിൻ്റെ അഭിപ്രായമാണ്. ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ നെഹ്റുവിൻ്റെ പാരമ്പര്യം കൈയൊഴിഞ്ഞ മതനിരപേക്ഷ നിലപാടുകൾ ഉപേക്ഷിച്ച ഹിന്ദുത്വ അജണ്ടയുമായി സമരസെട്ട് പോകുന്ന BJPയുടെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഏജൻസി പണിയാണോ ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ എടുക്കുന്നത് എന്ന് സംശയിക്കുന്ന സംഭവങ്ങൾക്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത്. അതായത് ഹിന്ദുത്വ അജണ്ടയോട് കൃത്യമായ നിലപാടെടുത്ത് പോരാടാൻ തയ്യാറായില്ല. CAA സ്വന്തം പ്രകടന പത്രികയിൽ പോലും വെക്കാനുള്ള ധൈര്യമില്ലാത്തൊരു പ്രസ്ഥാനം, ഭൂരിപക്ഷ വോട്ട് തങ്ങൾക്കെതിരാകുമോ എന്ന് ചിന്തിച്ച് രാമക്ഷേത്ര നിങ്ങളുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ അവസ്ഥ ഈ രാജ്യത്തുണ്ടായി. അതൊക്കെ കോൺഗ്രസിനെ കുറിച്ചുള്ള നിങ്ങളുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ. കോൺഗ്രസിന് തിരിച്ച് നിങ്ങളോടും രാഷ്ട്രീയ വിമർശനം ഉണ്ടാകും. അതൊരു സംവാദത്തിന്റെ ഭാഷയാണ്, മര്യാദയാണ്, അതിൽ കുഴപ്പമില്ല. രാജീവ് ഗാന്ധിയുടെ മകനാണോ രാഹുൽ ഗാന്ധി എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് അതിനെ തള്ളിപ്പറയാൻ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പറയാനുള്ള ബാധ്യത കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചും പറയും എന്നാണ്. അല്ലാതെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തള്ളിപ്പറഞ്ഞോ, CPIM പാർട്ടി തള്ളിപ്പറഞ്ഞോ, ഏതെങ്കിലും ഒരു ഘടകം തള്ളിപ്പറഞ്ഞോ? ഇല്ല. നിങ്ങൾ അതിനെ ഓൺ ചെയ്യുന്നു എന്നല്ലേ സ്വാഭാവികമായും അതിന്റെ അർത്ഥം? അല്ല, അത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അതിനെ ഓൺ ചെയ്യുന്ന ആൾക്കാരാന്ന് അഭിലാഷ് എങ്ങനെയാ അങ്ങ് പ്രഖ്യാപിക്കുക? ചോദിച്ചല്ലോ, എന്നിട്ട് തള്ളിപ്പറഞ്ഞല്ലോ. രാഷ്ട്രീയ പാരമ്പര്യം വിട്ടു, അതിന്റെ ദേശീയ പാരമ്പര്യം വിട്ടു. മുഖ്യമന്ത്രി നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി അതെടുത്ത് പറയണം. മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? രാഹുൽ ഗാന്ധി വളരെ തരംതാണ് സംസാരിച്ച ആളാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വന്ന് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ മുഖ്യ പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്തുകൊണ്ടാണ് ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നതിൻ്റെ അനൗചിത്യമുണ്ട്. ഈ രാജ്യത്ത് പല സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും നമ്മുടെ ഫെഡറൽ തത്വങ്ങളെ ആകെ ചവിട്ടി മെതിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് BJP വേട്ടയാടുന്ന ഒരു സന്ദർഭത്തിൽ BJPയുടെ നാക്കായിട്ട് രാഹുൽ ഇവിടെ വന്ന് സംസാരിക്കാമോ? അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷ രാഷ്ട്രീയത്തിൽ BJPയുടെ കൂടെയാണോ കേന്ദ്ര ഏജൻസികളെ ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാരുകളെയും അത് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളെയും വേട്ടയാടുക എന്ന BJPയുടെ അജണ്ടയിലാണോ രാഹുൽ ഗാന്ധി? അതാണ് വ്യക്തമാക്കേണ്ടത്. രാഷ്ട്രീയം നമുക്ക് സംസാരിക്കാം, മറ്റ് വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങളോടൊന്നും നമുക്കാർക്ക് യോജിപ്പില്ല.